ഒന്ന്, എന്താ സൊല്യൂഷൻ, അതിലേക്ക് വരാം. 2, ഇതിന് കറക്റ്റീവ് മെക്കാനിസം എന്ന് പറയുന്നത് കോടതിയാണോ? കോടതി പ്രതിപക്ഷത്തിൻ്റെ റോള് നിർവഹിക്കുന്ന വിചാരിക്കുന്നത് തെറ്റാണ്. അത് ഒരിക്കലും ഉണ്ടാകില്ല. പ്രതിപക്ഷത്തിൻ്റെ റോള് പ്രതിപക്ഷം തന്നെ ചെയ്യണം. അപ്പോൾ സുപ്രീം കോടതി ഒരുപാട് പൊളിറ്റിക്കലൈസ് ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ കോടതി സുപ്രീം പവർ ആയിക്കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ലീഡ് ടു കറപ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ കോടതിയുടെ പവർ നഷ്ടപ്പെടും. ഞാൻ വിശദീകരിക്കാതെ പറയാം. അപ്പോൾ കോടതിയിൽ നിന്ന് നിങ്ങൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത്. വിശദീകരിക്കാതെ പറയുകയാണെങ്കിൽ അത് അങ്ങോട്ട് വായിച്ചാൽ പ്രശ്നമാവും. വായിക്കുന്നില്ല. അതായത് ഇനി എന്തായാലും പരീക്ഷ നടക്കാൻ പോവാ. അങ്ങയുടെ എന്റെ ഒരു കാഴ്ചപ്പാടും എന്റെ നേരത്തെ ഒരു ആശങ്ക അറിയിച്ച ആളാ, അതുകൊണ്ട് വേറെ രണ്ടാമത്തെ ആശങ്ക ഇപ്പൊ അറിയിച്ചു. ഇപ്പൊ ഈ എക്സാമിനേഷന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ എല്ലാ പ്രിക്കോഷൻസും എടുക്കുക, അതേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇനി അത് എടുക്കുന്നുണ്ടാവും വെക്കും. അതിനകത്ത് മറ്റത് അത് ഒരു CBI അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വശത്തിലും ഉണ്ടാകണം. പക്ഷേ CBSEയും അതുപോലുള്ള സംഘടനയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഒക്കെ ഇത്തരം ഒരു നിർണായകമായ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇതിന്റെ യഥാർത്ഥ സ്റ്റേക്ക് ഹോൾഡേഴ്സായ സ്കൂൾ മാനേജ്മെന്റിനെയും രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥി പ്രതിനിധികളെയും ഒക്കെ കൊണ്ടുവരുന്നെങ്കിൽ ഇതൊക്കെ ഇത്രയധികം പരിഹാരം ഒരു ഇതുണ്ടാകുമായിരുന്നില്ല. അത് ചെയ്യണമെന്നാണ് ഈ കേരളത്തിൽ 1500 സ്കൂളുകൾക്കും വേണ്ടി എനിക്ക് പറയാനുള്ളത്. നമ്മള് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിക്ക് ഒന്ന് തലവേദന തന്നാൽ തന്നെ ആ കുട്ടിയുടെ പരീക്ഷയെ അത് ബാധിക്കാം. അപ്പൊ നമ്മൾ ഫുൾ പരീക്ഷയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ വെറും 6000 കോടി രൂപയോളം മുടക്കിയാൽ മതി നമുക്ക് ഈ പറയുന്ന 30 ലക്ഷം കമ്പ്യൂട്ടറുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ. അത്രമാത്രം മതി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട്, സ്കൂളുകളുണ്ട്. ഇവിടെയൊക്കെ അതിനുള്ള സൗകര്യം ഇപ്പം തന്നെ ഉണ്ട്. ഇതിനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയണം. അതുപോലെ തന്നെ നമ്മൾ നീറ്റ് എക്സാമിനേഷൻ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും വെറും അവർ പഠിച്ച സബ്ജക്റ്റിനെ സിലബസിന് വെളിയിലേക്ക് ഒന്നും ചോദിക്കാൻ പാടില്ല. അത് തന്നെ അവർ ബോർഡ് എക്സാമിനേഷന് ഒരു തവണ പഠിച്ചെഴുതി കഴിഞ്ഞു. വീണ്ടും അതിനെ എന്താണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഗ്രേഡ് കൂട്ടുകയാണോ? അങ്ങനെ കൂട്ടുകയാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ഈ കുട്ടികൾ മെന്റലി പ്രിപ്പയർഡ് ആണോ? കോച്ചിങ് സെന്ററുകളിൽ പോകാത്തൊരു കുട്ടിക്ക് ഇത് എഴുതാൻ കഴിയുമോ? എത്ര കുട്ടികൾ കോച്ചിങ് ഇല്ലാതെ നമ്മുടെ രാജ്യത്ത് എൻട്രൻസ് പാസ്സാകുന്നുണ്ട് എന്നൊരു കണക്കിന് ലഭ്യമല്ല. അപ്പോൾ കോച്ചിങ്ങിന് പോയാൽ മാത്രമേ നമുക്കിത് പഠിച്ച് പാസ്സാകാൻ പറ്റൂ എന്നുള്ളൊരു തെറ്റായ സന്ദേശം നൽകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. കുട്ടികളെ പരീക്ഷയിലൂടെ മാത്രമാണോ ഇവാലുവേറ്റ് ചെയ്യപ്പെടേണ്ടത്? അപ്പം അങ്ങനെയുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. അതിന് നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ, സാമൂഹിക, അക്കാഡമിക് ആയിട്ടുള്ള മികവുറ്റ ആൾക്കാരെ ആയിട്ട് ചർച്ച ചെയ്യുക തന്നെ വേണം ഈ പ്രശ്നം. അങ്ങയുടെ ഒരു അറിവില് നമ്മുടെ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NDA അവർ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ സെറ്റ് ചെയ്തിരുന്നത്? അവർ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കിയതാണോ? പലയിടങ്ങളിൽ നിന്ന് അവർക്ക് ഇൻഹൗസ് എക്സ്പേർട്സ് ഇല്ല. അവർ വെളിയിൽ നിന്നുള്ള ഹയർ ചെയ്യുന്നു. അല്ല, കാരണം ഇതിനകത്ത് ചോർന്നത്, അതായത് 600 മാർക്കിന്റെ ചോദ്യവും ചോർന്നു, വാട്സാപ്പിൽ വന്നു. അപ്പൊ ഇങ്ങനെ രീതി ഇത്ര കൂടുതൽ, അതായത് 600 മാർക്കിന്റെ ചോദ്യങ്ങളും ചോർന്നു എന്ന് പറയുമ്പോൾ എന്ത് സയന്റിഫിക് സിസ്റ്റം അവർ ഫോളോ ചെയ്തിരുന്നത്? തീർച്ചയായിട്ടും വലിയ ലാബ്സ് ഉണ്ട്. തീർച്ചയായിട്ടും വളരെ വലിയ സീരിയസ് ലാബ്സ് ഉണ്ട്. ഞാൻ ഈ സീരിയസ് ലാബ്സ് അങ്ങ് കോടതി പോയപ്പോ അങ്ങയുടെ മനസ്സിൽ എന്തായിരുന്നു ഈ കാര്യത്തിൽ? ഞാൻ 2024 ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് അന്ന് ആ എക്സാമിനേഷൻ കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്യേണ്ടായിരുന്നു. കോടതി പറഞ്ഞു വളരെ ലോക്കലൈസ് ആയിട്ടുള്ള ലീക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമുക്ക് അംഗീകരിക്കാൻ മാർഗമുള്ളൂ. അതെ, അതാ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോടതി ഈ റിസൾട്ട് ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. ഗവൺമെന്റിനെതിരെ ഒരു സീരിയസ് ആയിട്ട് ഡിസിഷൻ ഒന്നും എടുക്കാൻ കോടതിക്ക് സാധിക്കത്തില്ല. അങ്ങനെ പറയുന്നത് ക്ഷമിക്കണം. അപ്പോൾ കോടതി പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഗവൺമെന്റിന്റെ ഒരു ഫെയിലിയർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഗെറ്റ് എ സീൽ ഓഫ് അപ്രൂവൽ ഫ്രം ദി കോർട്ട്. അതാ സംഭവിക്കുക. വരികൾക്കിടയിൽ വായിക്കാം. അപ്പൊ 2024 വളരെ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ലീക്ക് ഉണ്ടായിരുന്നു. അത് സത്യത്തില്ല, അതിനൊന്നും നടന്നില്ല. അന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന കോടതി ഒരു അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്നതിന് പകരം ഇൻവെസ്റ്റിഗേറ്റ് ഗവൺമെന്റ് സെൻഡ് ദി ബോൾ ബാക്ക് ടു ദി ഗവൺമെന്റ്. ലെറ്റ് ആസ്ക് ദി ഗവൺമെന്റ് ടു ഡിസൈഡ്. അങ്ങനെയാണ് ഗവൺമെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്ത് റീടെസ്റ്റ് നടത്തിയനെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.